തീർച്ചയായിട്ടും. ഞാൻ ഇതിനൊക്കെ മുന്നേ എഴുതി തുടങ്ങിയ നോവലായിരുന്നു. നമ്മൾ എനിക്കൊന്ന് കഴിഞ്ഞ വട്ടം പാർവതിയുടെ പുസ്തകം നമ്മൾ ഇവിടെ വെച്ച് തന്നെ നമ്മൾ അന്ന് ചർച്ച ചെയ്ത സമയത്തും ഞാനത് അതിൻ്റെ തുടക്കം ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതും ഈ പറഞ്ഞ പോലെ ഒരു സ്ത്രീയുടെ ഒരു കൊക്കൂൺ പൊട്ടിക്കലാണ് ബേസിക്കലി എഴുതി തുടങ്ങിയത്. പക്ഷെ ഇതിപ്പോൾ ഈ കൊക്കൂൺ മുതൽ ആകാശം വരെ വന്നതുകൊണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ ഞാൻ മാറ്റുമെന്ന് അറിയത്തില്ല. പക്ഷെ എന്നാലും ഒരു കാൽഭാഗത്തോളം എഴുതി വെച്ചിട്ടുണ്ട്. അത് പൂർത്തിയാക്കണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും നെക്സ്റ്റ് പ്ലാൻ. പക്ഷെ പറയാൻ പറ്റില്ല, നമ്മൾ അങ്ങനെയൊക്കെ എടുത്തു വെച്ചാലും നമ്മൾ അതിന് മുമ്പ് വേറെ വല്ലതും ആയിരിക്കും ചിലപ്പോൾ ചെയ്യുന്നത്, അല്ലേ? അങ്ങനെ തോന്നിയിട്ടില്ലേ? നമ്മൾ എത്രയോ ക്രാഫ്റ്റുകൾ എഴുതി വെച്ച് ക്രാഫ്റ്റായിട്ട് തന്നെ അങ്ങനെ ഇരിക്കും, ഇഷ്ടംപോലെ. അതെ അതെ. പിന്നെ നമ്മൾ അടുത്തത് എഴുതും, ചിലപ്പോൾ പിന്നെ കുറേ നാൾ കഴിഞ്ഞിട്ടായിരിക്കും ഇതിൽ തന്നെ പോയി തിരിച്ചെടുത്തോണ്ട് വരും കിട്ടും. അപ്പോൾ അങ്ങനെ നമുക്കത് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പുതിയത് തുടങ്ങുക. അതെ. പക്ഷെ ഇത് നല്ലൊരു സാധ്യതയുണ്ട്, ആര്യമ്മയുടെ സ്റ്റോറി ഡെവലപ്പ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് തന്നെ കണ്ടിന്യൂ പോയാൽ കുഴപ്പമൊന്നുമില്ല. എൻ്റെ അടുത്ത് നമ്മുടെ അനൂപേട്ടൻ ഇത് പുസ്തകം വായിച്ചിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അനൂപേട്ടൻ പറഞ്ഞു, എനിക്ക് ആര്യമ്മയുടെ യാത്രയെക്കുറിച്ചാണ് അറിയേണ്ടത്, നീ അത് എഴുത് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ആൾക്കാർക്കൊരു ഇൻസ്പിറേഷൻ കിട്ടുമ്പോഴാണല്ലോ അതെ അതെ കൂടുതൽ കുറേ ചാൻസസ് നമുക്കറിയാൻ പറ്റും. കാരണം ഓരോരുത്തർ അതിനെ കാണുന്നത് ഓരോ രീതിയിലായിരിക്കും. അപ്പം അദ്ദേഹത്തിന് യാത്ര ഇഷ്ടമുള്ള ആളായതുകൊണ്ട് അതിനകത്ത് ആ സ്ത്രീ എങ്ങനെ കെയർ ഉണ്ടാവും ആലോചിച്ചിട്ടുണ്ടാവും. അപ്പം നമ്മൾ ഓരോരുത്തരും ഓരോ കഥകളെ ആണെങ്കിൽ ആ കഥയിലെ കഥാപാത്രങ്ങളെ ആണെങ്കിൽ കാണുന്നത് വേറെ വേറെ രീതിയിലായിരിക്കും. അപ്പോൾ ശരിക്കും നമ്മൾക്ക് എത്ര ചാൻസസ് ആണുള്ളത്, അല്ലേ? ശരിക്കും